ലെവ് ഇവാനോവിച്ച് യാഷിൻ ഗോൾ പോസ്റ്റിന് പിന്നിലെ വല കൂടാതെ ഗോൾ പോസ്റ്റിന് മുന്നിലും അയാൾ ഒരു അദൃശ്യ വല നെയ്തു. അവിടെ അയാൾ സ്വന്തം സാമ്രാജ്യത്തിലെ ചിലന്തി മനുഷ്യനായി. കാൽപന്ത് പ്രേമികൾ അയാളെ ബ്ലാക്ക് സ്പൈഡർ എന്ന് വിളിച്ചു. സോവിയറ്റ് യൂണിയൻ ഫുട്ബോൾ ടീമിൻ്റെ പ്രതിരോധ മേഖലയാകെ ഒരു കാലത്ത് അയാൾ ഭരിക്കുകയായിരുന്നു. ഗോൾ വലയ്ക്ക് മുന്നിലെ ചെറിയ ചതുരക്കളം മാത്രമായിരുന്നില്ല അയാളുടെ അതിരുകൾ. ലെവ് യാഷിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു റഷ്യയുടെ പ്രതിരോധ ഭടന്മാർ കളത്തിൽ ചലിച്ചത്. അവരെ കടന്നെത്തുന്ന പന്തുകൾക്ക് മുന്നിൽ യാഷിൻ മറ്റൊരു വൻമതിലായി. ഗോൾ പോസ്റ്റിന് മുന്നിലെ അക്രോബാറ്റിക് റിഫ്ലക്സ് സേവുകളും നിൽപ്പും പന്തിൻ്റെ ഗതി നേരത്തെ നിർണ്ണയിക്കാനുള്ള കഴിവും അതിനനുസരിച്ചുള്ള ചടുല നീക്കങ്ങളും കായികക്ഷമതയും എല്ലാം ചേർന്ന് അയാളെ കാൽപന്ത് കളത്തിലെ സൂപ്പർമാനാക്കി. ഗോൾ അടിക്കുന്നവനേക്കാൾ മൂല്യമുള്ള താരമായ ഗോൾ കീപ്പറെ യാഷിൻ നിർവചിച്ചു. പന്തും കാത്ത് ഗോളി നിശ്ചലനായി പോസ്റ്റിന് മുന്നിൽ നിന്ന കാലഘട്ടത്തിൽ ഗോൾ വരയിൽ നിന്ന് ഇറങ്ങിയോടിയ യാഷിൻ ക്രോസുകളെ നിർവീര്യമാക്കി. ഓടിയെത്തിയ എതിർമുന്നേറ്റക്കാരുടെ മോഹങ്ങളെ വ്യാമോഹങ്ങളാക്കി. ഫുട്ബോളിലെ സ്വീപ്പർ പ്രയോഗത്തിൻ്റെ ആദ്യ വക്താക്കളിലൊരാളാണ് യാഷിൻ. എന്നുവെച്ചാൽ പന്ത് കാത്തു നിൽക്കാതെ മുന്നോട്ട് കയറി ആക്രമിക്കുകയും അതേസമയം പ്രതിരോധത്തിനും ഗോൾ വലയ്ക്കുമിടയിൽ മറ്റൊരു പ്രതിരോധ കോട്ട കെട്ടുകയും ചെയ്തു അയാൾ. USSR ചാമ്പ്യൻഷിപ്പിൽ യാഷിൻ വല കാത്ത 326 കളികളിൽ 160ലും അയാളുടെ പിന്നിൽ ഗോൾ വല അനങ്ങിയിട്ടില്ല. 1958 ലോകകപ്പിലാണ് ലോകം ആദ്യമായി യാഷിൻ്റെ മാസ്മരികത ആസ്വദിച്ചത്. ടെലിവിഷനിൽ ആദ്യമായി സംപ്രേഷണം ചെയ്യപ്പെട്ട ലോകകപ്പായിരുന്നു അത്. ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനെതിരായ USSRൻ്റെ പോരാട്ടം. മത്സരം 2-0 സോവിയറ്റുകാർ തോറ്റെങ്കിലും പെലെ ഉൾപ്പെട്ട ബ്രസീലിൻ്റെ എക്കാലത്തെയും മികച്ച നിരക്കെതിരെ മിന്നുന്ന സേവുകൾ യാഷിനെ ശ്രദ്ധാകേന്ദ്രമാക്കി. ആ ലോകകപ്പിലെ ഓൾ സ്റ്റാർ 11-ൽ ഗോളിയായി യാഷിനുണ്ടായിരുന്നു. യാഷിനും മനുഷ്യനാണെന്ന് ഓർമ്മപ്പെടുത്തിയ മത്സരങ്ങളുമുണ്ട്. 1962 ലോകകപ്പിൽ കൊളംബിയക്കെതിരായ മത്സരത്തിൽ മാർക്കോസ് കോളിൻ്റെ കോർണർ കിക്ക് നേരിട്ട് യാഷിനെ മറികടന്ന് വലയിൽ കയറിയത് കണ്ട് കാണികൾ തലയിൽ കൈവച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ കോർണർ കിക്കിൽ നിന്ന് നേരിട്ട് പിറന്ന ആദ്യ ഗോളായിരുന്നു അത്. 4-1 USSR ജയമുറപ്പിച്ച മത്സരം 4-4 സമനിലയിലായി. യാഷിൻ്റെ കളി തീർന്നുവെന്ന് ലോകം അടിവരയിട്ട് പറഞ്ഞു. എന്നാൽ അങ്ങനെ പറഞ്ഞവർ തിരുത്തി പറയാൻ വെറും ഒരു വർഷമേ വേണ്ടി വന്നുള്ളൂ. ഡൈനാമോ മോസ്കോ ക്ലബിനും സോവിയറ്റ് യൂണിയനും വേണ്ടിയാണ് യാഷിൻ കളത്തിലിറങ്ങിയിട്ടുള്ളത്. തൊട്ടടുത്ത വർഷം യാഷിൻ ലോകത്തെ മികച്ച ഫുട്ബോൾ താരമായി മാറി. 1963 ബാലൻ ഡിയോർ ഗോൾ വലയ്ക്ക് മുന്നിലെ ആ മനുഷ്യനായിരുന്നു. ഈ പുരസ്കാരം നേടിയ ഏക ഗോൾ കീപ്പറാണ് ലെവ് യാഷിൻ എന്നറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഒന്നുകൂടി അമ്പരക്കുന്നത്. 1963 ഇംഗ്ലണ്ട് റെസ്റ്റ് ഓഫ് വേൾഡ് 11 കളിയിൽ കറുത്ത കുപ്പായത്തിൽ കളത്തിലിറങ്ങിയ യാഷിൻ ഒരു അതിമാനുഷ്യനെ പോലെ തോന്നിച്ചു. അയാൾക്ക് 8 കൈകളുണ്ടോ എന്ന് കാണികൾ ചിന്തിച്ചു. ഇംഗ്ലണ്ട് താരങ്ങളുടെ ഷോട്ടുകളെയെല്ലാം അയാളെന്ന് നിർവീര്യമാക്കി. ആ മിന്നും സേവുകൾ അദ്ദേഹത്തിന് ആ പേര് സമ്മാനിച്ചു. കറുത്ത ചിലന്തി എന്നയാളെ ലോകം വിളിച്ചു തുടങ്ങി. തുടരെ 4 ലോകകപ്പുകളാണ് യാഷിൻ കളിച്ചത്. ഫിഫയുടെ കണക്കുകൾ യാഷിനെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: 151 പെനാൽറ്റി കിക്കുകൾ വിഫലമാക്കിയ ഏക ഗോൾ കീപ്പർ, 270 ക്ലീൻ ഷീറ്റുകൾ അഥവാ ഗോൾ വഴങ്ങാത്ത കളികൾ, ഫിഫ ലോകകപ്പ് ടീമിൻ്റെ ഗോളി. USSRനായി ലോകകപ്പ് ജയിക്കാനായില്ലെങ്കിലും 1956 ഒളിമ്പിക് സ്വർണവും 1960 യൂറോപ്യൻ കിരീടവും യാഷിനെ തേടിയെത്തി. പിന്നാലെ ബാലൻ ഡിയോറും. യാഷിന് ശേഷം ലോകം കീഴടക്കിയ ഒലിവർ ഖാൻ, ജിയാൻ ലൂയി ബഫൺ, മാനുവൽ നോയർ എന്നിവർ ബാലൻ ഡിയോറിൻ്റെ അവസാന 3-ലെത്തിയെങ്കിലും അവർക്കാർക്കും ആ പുരസ്കാരത്തിൽ ഒന്ന് തൊടാൻ പോലും ആയിട്ടില്ല. തൊഴിലാളി കുടുംബത്തിൽ പിറന്ന യാഷിൻ്റെ ജീവിതം വഴിമാറിയൊഴുകിയത് 2ാം ലോക മഹായുദ്ധം കാരണമാണ്. യുദ്ധകാലത്ത് ഒരു സൈനിക ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ നിർബന്ധിതനായ യാഷിന് അതൊരു കടുത്ത അനുഭവമായിരുന്നു. എന്നാൽ കാൽപന്തിലെ മികവ് ഫാക്ടറി ടീമിലേക്ക് വഴി തുറന്നു. പിന്നെ അത് ഡൈനാമോ മോസ്കോയുടെ യൂത്ത് ടീമിലേക്കായി. ഡൈനാമോ സീനിയർ ടീമിലെ അരങ്ങേറ്റം മോശമായിരുന്നു. എതിർ ഗോളി ക്ലിയർ ചെയ്ത പന്തിനെ തടയാനാകാതെ സ്വന്തം പോസ്റ്റിലേക്ക് പന്ത് പായുന്നത് കാണേണ്ടി വന്നു യാഷിന്. അന്നയാൾ കേട്ട പരിഹാസങ്ങൾക്ക് കണക്കുണ്ടായിരുന്നില്ല. ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് അയാൾ പിന്നീട് ലോകത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. സ്വന്തം പോസ്റ്റിലേക്ക് ഉരുണ്ടു നീങ്ങിയ ഒരു പന്താണ് അയാളെ ലോകം വാഴ്ത്തുന്ന ഗോൾ കീപ്പറിലേക്ക് വളർത്തിയത്. കളിജീവിതം മുഴുവൻ ഡൈനാമോ മോസ്കോയിൽ കളിച്ച യാഷിൻ ടീമിനൊപ്പം ആഘോഷിച്ചത് 5 ദേശീയ കിരീടങ്ങളാണ്. ഡൈനാമോ മോസ്കോ വിട്ട് യൂറോപ്പിലെ മറ്റു പ്രമുഖ ടീമുകളിലേക്ക് യാഷിൻ ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് പോലും യാത്ര ചെയ്തിട്ടില്ല. ഒരിക്കലും അയാൾ പണത്തിൻ്റെ കണക്ക് ടീം ഉടമകളോട് പറഞ്ഞിട്ടുമില്ല. എനിക്ക് റഷ്യയ്ക്ക് പുറത്തൊരു ജീവിതം സാധ്യമല്ല എന്നായിരുന്നു അയാളതിന് കാരണമായി പറഞ്ഞത്. ആ സമീപനം
റഷ്യക്കാർക്കിടയിൽ യാഷിനെ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി. കളി ആരവങ്ങൾക്ക് നടുവിൽ യാഷിൻ ഒരുപാട് സ്നേഹിക്കപ്പെട്ടു. ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയെത്ത ടീമിനെ കാത്തുനിന്ന പതിനായിരങ്ങൾക്ക് നടുവിൽ നിന്നൊരാൾ യാഷിനെ തേടിയെത്തി നൽകിയത് സൂര്യകാന്തി പൂക്കളുടെ വിത്തുകളായിരുന്നു. എനിക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂവെന്നായിരുന്നു ആ റഷ്യക്കാരൻ യാഷിനോട് അന്ന് പറഞ്ഞത്. നന്നായി പുകവലിക്കുമായിരുന്നു യാഷിൻ. അതൊരു മോശം ശീലമാണെന്ന് തനിക്കറിയാമെന്ന് യാഷിൻ പലകുറി കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ പരിശീലകർ അദ്ദേഹം മികവ് തുടരുന്ന കാലത്തോളം അതിനെ തടയാൻ നിന്നില്ല. പുകവലി അദ്ദേഹത്തിൻ്റെ കളിയെ തടസ്സപ്പെടുത്തിയില്ല. പക്ഷേ പിൽക്കാലത്ത് ആരോഗ്യം ക്ഷയിച്ചു. കുതിപ്പേകിയ കാലുകളിലൊന്ന് 1984 മുറിച്ചു മാറ്റേണ്ടി വന്നു. 6 വർഷങ്ങൾക്ക് ശേഷം യാഷിൻ മരിച്ചു. പക്ഷേ യാഷിൻ മരിക്കുന്നില്ല. റഷ്യ മാത്രമല്ല, ലോകം മുഴുവൻ യാഷിനെ എന്നും ഓർക്കുന്നുണ്ട്. എക്കാലത്തെയും നമ്പർ 1 ഗോൾ കീപ്പർ ലെവ് യാഷിന് ഇതിഹാസ താരം പെലെ ചാർത്തി നൽകിയ ബഹുമതിയാണത്. കളിജീവിതം കൊണ്ട് ഇതിഹാസമായി മാറിയ യാഷിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ന് യാഷിൻ ട്രോഫി നിലവിലുണ്ട്. ഫ്രഞ്ച് മാഗസിൻ സമ്മാനിക്കുന്ന പുരസ്കാരം ലോക ഫുട്ബോളിലെ ഓരോ ഗോൾ കീപ്പറുടെയും സ്വപ്നമാണ്. അവരുടെ സ്വപ്നങ്ങളിൽ ലെവ് യാഷിൻ ഉണർന്നിരിപ്പുണ്ട്. ഗോൾ പോസ്റ്റിന് മുന്നിലെ അതേ ജാഗ്രതയോടെ തലമുറകളിലൂടെ അയാൾ ജീവിക്കും.